23 ഇയേഴ്സ് മുമ്പേ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് പ്ലാസ കേറ്ററിംഗ് ഫാദറായിട്ട് ബേക്കറി ബിസിനസ്സാണ്. അന്നത്തെ കാലത്ത് ബേക്കറിയിൽ ടീ പാർട്ടി എന്ന് പറഞ്ഞ കല്യാണങ്ങൾക്ക് ടീ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. അതൊന്നും മാറി എൻ്റെ ഒരു കല്യാണം വന്നപ്പം എനിക്ക് തോന്നി നമുക്കൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫുഡ് കൊടുക്കണം. അന്ന് ബഫേ ഒന്നും ഇല്ലാത്തൊരു കാലം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ റെൻറ്റിനും കാര്യങ്ങളിലൊക്കെ എടുത്ത് ഷോർട്ട്നൂരിൽ കുറച്ച് ഞങ്ങളുടെ ക്ലയൻസിനെ വിളിച്ച് ഒരു പാർട്ടി കൊടുത്തായിരുന്നു. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ലാന്ന് തോന്നി, ആൾക്കാർ ഇങ്ങനെ ചെയ്തു തരുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ചെയ്തു. പിന്നെ അടുത്ത ജില്ലകളിലേക്ക് മാറി, പിന്നെ സ്റ്റേറ്റിലേക്ക് മാറി. പണ്ട് മുതലേ എനിക്ക് ഫുഡ് ബേക്കറിയിലുള്ളപ്പം തന്നെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുക, അതിന് അടുത്തൊരു ടേസ്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്വാളിറ്റിയിൽ ഭയങ്കര ഇത് കൊടുക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്നവർ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ, അവിടുത്തെ ഫുഡ് എന്താ നോക്കിയിട്ട്, ഇപ്പൊ ഇവൻ ചെറിയ ഹോട്ടൽ തട്ടുകടയാണെങ്കിൽ പോലും നമ്മൾ അവിടെ കയറി എക്സ്പീരിയൻസ് ചെയ്യും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നെക്സ്റ്റ് തിങ്ക് ചെയ്യുക. കേറ്റേഴ്സിന് ശരിക്കും വേണ്ട ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമുള്ളവനും ഒരു കേറ്റർ ആവാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ഏൽപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരിതൊന്നും നോക്കാണ്ട് വളരെ പ്ലാസയുടെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഇവൻ എത്ര മാനേജേഴ്സ് ഉണ്ടെങ്കിലും ഇവൻ ഞങ്ങളൊരു പ്രസൻസ് ജസ്റ്റ് വന്ന് പോവാണെങ്കിൽ ഞങ്ങളൊരു പ്രസൻസ് ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ആ ഫുഡ് ഞങ്ങൾ ഗസ്റ്റിന് സെർവ് ചെയ്യും. പലരും ഡെസേർട്ടായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് അത്. ഞങ്ങൾ ഡെസേർട്ടിന് എപ്പോഴും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുക ചെയ്യുക. അതിനോടൊപ്പം അതേപോലെ തന്നെ ഇപ്പം ഇതായിട്ടുള്ളതാണ് ഫ്രൂട്ട്സ്. ഇപ്പം ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സുകൾ കാര്യങ്ങൾ ഒക്കെ വരുന്നത്, നമ്മൾ അതിന് തന്നെ ഒരു ഏരിയ കണ്ടെത്താറുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ 1000 റുപ്പീസ് കൊടുത്തൊരു സംഭവം വേറെ ആക്കുക എന്നിട്ട് വേണമെങ്കിൽ 500 വന്ന് എടുക്കാം. ബട്ട് ദ ക്വാളിറ്റി ഈസ് ഡിഫറെന്റ്. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് പ്ലാസ കേറ്ററിംഗ് സർവീസിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഇറാഷും അദ്ദേഹത്തിന്റെ മകനും ഡയറക്ടറുമായ ഇർസാനുമാണ്. ഹലോ, നമസ്കാരം. അച്ഛനും മകനും ചേർന്ന് പ്ലാസ കേറ്ററിംഗ് സർവീസ് ഇന്നിപ്പോ കേരളത്തിലെ തന്നെ ടോപ്പ് കേറ്ററിംഗ് സർവീസിലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലാസ കേറ്ററിംഗ് സർവീസ് ആണ് അല്ലെ? മകനെ കൂടിയിട്ട് എത്ര നാളായി സർ? എനിക്ക് മകൻ പണ്ട് മുതലേ ഇതിലൊരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പം സ്റ്റാഫുകൾ കുറഞ്ഞ സമയത്ത് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിരുന്നു അന്ന് കൂടുതൽ. അപ്പൊ ഇവരും സ്കൂളും ഇല്ല, വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പൊ എന്തുതന്നെയായാലും അങ്ങനെയാണ് ഇവര് നമ്മളെ കൂടെ വരുന്നത്, വർക്ക് എടുക്കാനും കാര്യങ്ങളും. പിന്നെ വർക്കിൽ അവർ വരാൻ തുടങ്ങി. പിന്നെ അവർക്ക് അവരൊരു ഇതായി മാറി. ഓ, അങ്ങനെ അച്ഛനായിട്ട് കൂടെ കൂട്ടിയതാണ്. ഇർസാന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, പണ്ട് മുതലേ പാഷനേറ്റഡ് ആയിരുന്നു. അറൌണ്ട് ഞങ്ങൾ ചെറുപ്പമുള്ളപ്പോ ഫാദർ ഞങ്ങളെ ഇങ്ങനെ കൂട്ടി നടക്കുകയായിരുന്നു. മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ ഞങ്ങളെ വണ്ടിയിൽ ജസ്റ്റ് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബേസിക് നമുക്ക് ബിസിനസ് എന്നുള്ള ഒരു താല്പര്യം അപ്പോഴേ ഞങ്ങളുടെ ഉള്ളിൽ കയറിയായിരുന്നു. പിന്നെ കോവിഡ് സമയത്ത് ആരും ഇല്ലാന്ന് കണ്ടപ്പോ നമ്മളും കയറി. പക്ഷെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ കേറിയത് ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം? എന്താ എൻജോയ് ചെയ്യാണ് ആക്ച്വലി. അതെ, ഒരു ഭാരമായിട്ട് ഇത് പാഷനായിട്ട് കാണുന്നതുകൊണ്ട് ഒരിക്കലും ഭാരമായി നമുക്ക് ഫീൽ തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇപ്പൊ അച്ഛൻ എല്ലാ പണിയും മിർസാനെയാണ് ഏൽപ്പിച്ചോണ്ടിരിക്കണേ. അതെ, നമുക്ക് അതിനുള്ള സിസ്റ്റംസും ഉണ്ട്, അതിന് SOPs എല്ലാം ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയ ഈ കമ്പനി ഇപ്പൊ 23 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ സംസാരിക്കാം സർ. തുടക്കം ഇത് സാറ് ഒറ്റയ്ക്കായിരുന്നു പ്ലാസ കേറ്ററിംഗ്? ഇല്ലല്ല, ഞങ്ങള് സത്യത്തില് എന്റെ ഫാദറായിട്ട്, ഇപ്പൊ ഞാൻ രണ്ടൂന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാദറായിട്ട് ബേക്കറി ബിസിനസ്സാണ്. അന്നത്തെ കാലത്ത് ബേക്കറിയിൽ ടീ പാർട്ടി എന്ന് പറഞ്ഞ കല്യാണങ്ങൾക്ക് ടീ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. അതൊന്നും മാറി എൻ്റെ ഒരു കല്യാണം വന്നപ്പം എനിക്ക് തോന്നി നമുക്കൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫുഡ് കൊടുക്കണം. അന്ന് ബഫേ ഒന്നും ഇല്ലാത്തൊരു കാലം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ റെൻറ്റിനും കാര്യങ്ങളിലൊക്കെ എടുത്ത് ഷോർട്ട്നൂരിൽ കുറച്ച് ഞങ്ങളുടെ ക്ലയൻസിനെ വിളിച്ച് ഒരു പാർട്ടി കൊടുത്തായിരുന്നു. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ലാന്ന് തോന്നി, ആൾക്കാർ ഇങ്ങനെ ചെയ്തു തരുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ചെയ്തു. പിന്നെ അടുത്ത ജില്ലകളിലേക്ക് മാറി, പിന്നെ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നു, സൗത്ത് ഇന്ത്യ മുഴുവൻ. ഇത് തുടക്കം ചെയ്ത് സാറായിട്ട് തന്നെയാണോ അതോ സാർ ഒരു ഗ്രൂപ്പ്? നമ്മൾ ഒരു 5-6 പേര് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ അന്ന് കാറ്ററിംഗ് എന്നുള്ളൊരു സംഭവം തുടങ്ങി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തുടങ്ങിയപ്പോൾ മറ്റുള്ളവരൊക്കെ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും വന്നപ്പം അവരൊക്കെ അതിൽ നിന്ന് ഇട്ട് പോകേണ്ടി വന്നു, ഇത് ഒഴിവാക്കി പോയി. പിന്നെ ഞാനത് എടുത്തു, വീണ്ടും അതിനെ ഇതായി ഇപ്പം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ടും കമ്പനിയായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു. 23 ഇയേഴ്സ് മുമ്പേ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് പ്ലാസ കേറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങാനായിട്ട് അതിന്റെ പിന്നിലുണ്ടായ കഥ എന്താണ്? ഞങ്ങള് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ബേക്കറിയാണ്. അപ്പം ബേക്കറി അന്ന് ടീ പാർട്ടി ആയിരുന്നു. അപ്പൊ ടീ പാർട്ടി മാറി
എൻ്റെ ഒരു കല്യാണം വന്നപ്പോൾ എനിക്ക് ഡിഫറെന്റ് ആയിട്ടൊന്ന് ചെയ്യണം എന്ന് തോന്നി. അല്ല, അത് ആ ഒരു കേറ്ററിംഗ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് അത് സാറിന്റെ കല്യാണത്തിനകത്ത് ആ ഒരു ടീ പാർട്ടി നടത്തിയപ്പോൾ അത് സക്സസ്ഫുൾ ആയല്ലോ. അതെ ആ ഒരു ഐഡിയയിൽ നിന്നാണോ എന്നാ പിന്നെ നമുക്കൊരു കേറ്ററിംഗ് സർവീസ് ആയിട്ട് തുടങ്ങിയാലോ എന്നുള്ളൊരു അതെ 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 അത് ആണോ? തന്നെയാണ് വരുന്നത്. ഓ പിന്നെ ആൾക്കാർ നമ്മളോട് തന്നെ നിർബന്ധിച്ച് നിങ്ങൾക്ക് എന്താ അങ്ങനെ ചെയ്തുകൂടാ, ഞങ്ങൾക്കൊന്ന് ചെയ്തു തരൂ. നമ്മൾ അറിയുന്ന ആൾക്കാർ, വട്ടത്തുള്ള ആൾക്കാരാണ് ആദ്യം ഉം, നമ്മളെ സമീപിച്ചത്. ഉം. അത് വളരെ സക്സസ് ആയപ്പം അതിന്റെ അപ്പുറത്ത് അവരെ കുടുംബ റിലേഷൻ അങ്ങനെ അങ്ങനെ മാറി മാറി പോയി നമ്മൾ. ഓ ഓക്കെ. അപ്പോ ഇത് തുടങ്ങി നിങ്ങൾ ഷൊർണൂരുകാരല്ലേ? ഞങ്ങൾ ശരിക്കും തലശ്ശേരിക്കാരാണ്. ഓക്കെ ഷൊർണൂരാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഷൊർണൂരാണ്. ഓക്കെ. സാറിന് എങ്ങനെയാ ഭക്ഷണത്തിനോടുള്ള താല്പര്യം? പണ്ട് മുതലേ എനിക്ക് ഫുഡ് ബേക്കറിയിലുള്ളപ്പം തന്നെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുക, അതിന് അടുത്തൊരു ടേസ്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്വാളിറ്റിയിൽ ഭയങ്കര ഇത് കൊടുക്കുന്ന ആളാണ് ഞാൻ. ആഹാ. എനിക്കൊരു സാധനം വന്നു കഴിഞ്ഞാൽ എൻ്റെ മെമ്മറിയിൽ എപ്പോഴും ആ ഒരു ടേസ്റ്റ് ആ നിൽക്കും. ടേസ്റ്റ്. ആ ടേസ്റ്റ് അങ്ങോട്ട് ആയിട്ടില്ലെങ്കിൽ അതാവുന്നവരെ ഇങ്ങനെ ഇപ്പോഴും ഞാൻ കറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കും. നോക്കും. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ അത്യാവശ്യം അത് ശരിയാക്കാൻ പറ്റുന്നെങ്കിൽ ശരിയാക്കും, അല്ലെങ്കിൽ മാറ്റി ചെയ്യിക്കും. ആണോ? ആ അപ്പൊ ഇപ്പൊ ഒരു ഡിഷ് ഉണ്ടാക്കി, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കി, സാർ വന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാറിന് ഇഷ്ടമായില്ല, അതിലിനി എന്തൊക്കെ ചെയ്താലും അതിന്റെ അകത്ത് ശരിയാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കളയോ? തീർച്ചയായിട്ടും അത് എനിക്ക് നമുക്ക് ഈ ഇതിലുണ്ടാകുന്ന ഇതിലെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളൊരു എല്ലാവരും ഈ 1000 പേരൊരു ഫംഗ്ഷൻ ആണെങ്കിൽ 1000 പേരും അതിൻ്റെ ടേസ്റ്റ് പറയേണ്ട ആൾക്കാരാണ്. ഉം. ആൾക്കാർ നമ്മളൊരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ടേസ്റ്റിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് തന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ മാനസികമായിട്ട് നമ്മളൊരു സുഖമായിരിക്കണം. ഉം. ഇല്ലാത്തൊരു ഫുഡ് നമ്മൾ കൊടുത്തിട്ട് എന്താ കാര്യമില്ലല്ലോ. അതെ. നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തി ഇല്ലാണ്ട് നമുക്ക് ആ ഭക്ഷണം കൊടുക്കാൻ നമ്മളതിനെ പറ്റില്ല. കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമായി തോന്നും. ആ ഡിഷിന്റെ അടുത്ത് പോകുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഓ അപ്പൊ നമുക്കത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു ട്രസ്റ്റ് ചെയ്തിട്ടാണ്, ഒരുപാട് ആൾക്കാരുണ്ടാവും ഫുഡ് ചെയ്യാൻ. ഇന്ന് എല്ലാവരും കേറ്റേഴ്സാണ്. അതെ. കേറ്റേഴ്സിന് ശരിക്കും വേണ്ട ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമുള്ളവനും ഒരു കേറ്റർ ആവാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ഏൽപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിതൊന്നും നോക്കാണ്ട് വളരെ പ്ലാസയുടെ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഉം. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക വിഷമം ഉണ്ടല്ലോ, അതേമാതിരി തന്നെയാണ് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് വരുന്നത്. ഓക്കെ. സാറിന്റെ വീട്ടിൽ നിങ്ങൾ എത്ര മക്കളാ? എൻ്റെ വീട്ടിൽ ഞാനൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓ 2 പേരാണ്. 2 പേര്. അപ്പൊ ഉമ്മച്ചിയുടെ ഭക്ഷണം എങ്ങനെയാ? ഉമ്മച്ചി നല്ല നല്ല കുക്കായിരുന്നോ? അവര് നല്ല കുക്കാണ്, ആ. നന്നായി ചെയ്യും. ഉം. അപ്പം അമ്മയുടെ ഭക്ഷണം രുചിച്ച് അതിലാ ഇഷ്ടത്തോടെ വന്ന് അങ്ങനെയാണോ അങ്ങനെ ഭക്ഷണം? പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ പൊതുവെ തലശ്ശേരിക്കാർ എന്ന് പറഞ്ഞാൽ ഫുഡിനെ അതെ, അതെ ബെസ്റ്റ് ആണ്. അതെ അതെ ഉം. ഞാനെന്ന് പറഞ്ഞാൽ ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ് ഉം. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഓക്കെ. കാര്യങ്ങൾ. ആ. ഇപ്പം ചില ഫിഷ് മാംഗോ കറി ഉം. ചില ഹോട്ടൽസിന്റെ ഒരു മെയിൻ ഐറ്റാണ്. അതെ. പക്ഷെ നമ്മൾ അവരെ ഇറക്കിയതിനേക്കാൾ മുമ്പ് നമ്മൾ ഇതാക്കിയിരുന്നു. നമ്മളിതായാലും ഇപ്പം ഫിഷ് മറുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഉം. അതിൽ തന്നെ വേറൊരു ഡിഫറെന്റ് ആയിട്ട് സാധനം നമ്മളതായിട്ടുള്ള ഉം. ചില സംഭവങ്ങളാണ്. സാറിന് ചെറുപ്പം മുതലേ ഇങ്ങനെ ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നോ? അതോ ഉമ്മ എന്തുണ്ടാക്കി തന്നാലും അത് കഴിക്കുന്ന ഒരു മോനായിരുന്നോ? ഇല്ല എനിക്ക് ഭക്ഷണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കുറച്ചാങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും വേണില്ല. അത് ഉണ്ടാക്കുന്ന സാധനം വൃത്തിയിലും ടേസ്റ്റിലും ആയിരിക്കും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരിക്കും. ഓ അങ്ങനെയാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ രുചിയോട് ഭയങ്കര നിർബന്ധമുള്ള ഒരു അതെ അതെ കുട്ടിയായിരുന്നു അതെ 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 ചെറുപ്പം മുതലേ. സിസ്റ്ററും അങ്ങനെ തന്നെ. സിസ്റ്റർ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ എനിക്കറിയില്ല, ആ. അങ്ങനെയായിരുന്നു. അപ്പോ അങ്ങനെ അത്രയും ഭക്ഷണത്തിന്റെ രുചി പിടിച്ച് കഴിക്കുന്ന ഒരു മോൻ, അമ്മ ഇത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അത് പിന്നെ മകനായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അമ്മ പറയും എപ്പോഴും. ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കമ്പനിയിൽ നിന്നാണ് ബിരിയാണി കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരിക. ആ. പക്ഷെ അത് അവർക്ക് നിർബന്ധമുണ്ട്, ക്വാളിറ്റി കാര്യങ്ങൾ. അപ്പൊ അവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു 5 പേരാണെങ്കിലും എൻ്റെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വീട്ടിൽ കഴിഞ്ഞ പെരുന്നാൾക്ക് വരെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണി കൊണ്ടുവന്നത്. സാറിന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും സാറിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു മീൻ വെച്ച പത്തിരി എന്നൊക്കെ പറയും. അതൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. മീൻ വെച്ച പത്തിരിയോ? ആ. ഞാൻ കേട്ടിട്ട് ആദ്യമായിട്ടാ തലശ്ശേരി കേൾക്കുന്നത് സ്പെഷ്യൽ തന്നെ. ആണ്. ശരി, സ്പെഷ്യൽ ആണോ? അതെ അതെ അതെ. ഓക്കെ. അപ്പോ അങ്ങനെ അമ്മ നല്ല മകൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ടേസ്റ്റിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മകന്റെ ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി തരും. അപ്പൊ അത് രുചിച്ച് കിട്ടിയ മകന് കിട്ടിയ ഭാര്യ ഇത്ത ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എങ്ങനെയാ? അതും അതുപോലെ തന്നെയാണ്. അവൾക്കും അറിയാം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അത് മാത്രമാണ്. അത് നല്ല വൃത്തിയിൽ രുചിയിലും ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും. ആ. ഇല്ലേ കഴിക്കില്ല എന്ന് അവൾക്ക് അറിയാവുന്ന എനിക്ക് മാക്സിമം നന്നാക്കി ഉണ്ടാക്കി തരും. ഇല്ലാത്ത ദിവസമെങ്കിൽ അവള് പറയും എനിക്കിന്ന് വയ്യാന്ന് പറയും. ആണോ? എനിക്ക് വയ്യ, അതുകൊണ്ട് ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഇന്ന് നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാൻ. കഴിക്കാം. അപ്പൊ ഇത്തയുടെ സ്പെഷ്യാലിറ്റി എന്താണ്?
അവളും എല്ലാം അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യും അത്യാവശ്യം. എന്നാലും സാറിന് ഏറ്റവും ഇഷ്ടം നമുക്ക് ഞങ്ങളവിടെ തേങ്ങാപ്പത്തിരി, എനിക്ക് നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ നമ്മൾ ഈ അധികവശം ഞാൻ വീട്ടിൽ കഴിക്കാണ്ടല്ലോ, ഇവിടെ ഫംഗ്ഷനിലും കാര്യങ്ങളിലും ആയിരിക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു നൈസായിട്ടൊരു സാധനം കഴിച്ചാൽ മതി എന്നുള്ള തോന്നല്. അതെ അതെ അതെ. ഓക്കെ, ഇനി പ്ലാസ കേറ്ററിംഗ് സർവീസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഇത് സാറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അവിടുന്ന് ഒരു യാത്ര, ഒറ്റയ്ക്കുള്ള ഒരു യാത്രയായിരുന്നു. ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്താ പറയാ, 23 വർഷം മുമ്പേക്കും അന്നേരം ഉണ്ട് ഒരുപാട് കുറച്ച് കേറ്ററിംഗ് സർവീസുകളൊക്കെ അന്നേരം ഉള്ള ഒരു സമയം തന്നെയാണ്. അപ്പൊ ആ ഒറ്റയ്ക്കുള്ള യാത്ര സാറിന് അത് അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നോ? അന്നത്തെ കാലത്ത് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. ഷെഫ്മാര് നമുക്ക് പെർമനന്റ് വെക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പം പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും. അന്ന് ഇവരവിടുന്ന് കയറ്റിവിട്ട ആള്, കുക്കുമാര് ഇങ്ങോട്ട് കയറ്റിവിട്ട ആള് ചിലപ്പോൾ ആള് കയറി വന്നിട്ടുണ്ടെന്ന് പറയും. ഞാനിത് പഠിക്കാൻ തന്നെ കാരണം അതാണ്. രാവിലെ ആയി കഴിഞ്ഞാൽ ട്രെയിനിന്റെ സമയം കഴിഞ്ഞാൽ ഇവൻ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ രാവിലെ ഫുഡ് കൊടുക്കണം. അപ്പൊ നമ്മളിത് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു. അന്നത്തെ മാതിരി മൊബൈൽ ഫോണൊന്നും അന്ന് ഇല്ലല്ലോ, എവിടെ എത്തിയെന്ന് വിളിച്ചോക്കിയാൽ. അപ്പം പിറ്റേന്ന് പറയും അവൻ ഷൊർണൂർ ഇറങ്ങേണ്ട ആള് ഉറങ്ങി കോഴിക്കോട് പോയി ഇറങ്ങിന്ന് പറയും, ഉറങ്ങിപ്പോയി. ഓ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരാളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കാൻ നമുക്ക് ആ തൊഴിൽ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഒരാൾക്ക് അറിയാൻ ബേസിക്കലി അറിയാന്നുണ്ടെങ്കിൽ മറ്റുള്ള നമ്മളെ ഹെൽപ്പേഴ്സിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലൊരു ധൈര്യമാണ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മളൊരു ധൈര്യം ഉണ്ടല്ലോ, നമ്മൾ തളരാൻ പാടില്ല. ഓക്കെ, അപ്പോ അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ പ്ലാസ കേറ്ററിംഗിന്റെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഭക്ഷണം ഡിഷ് ഏതാ? ഞങ്ങളുടെ ബിരിയാണി കറികള്, ഗ്രില്ലുകള് ഒക്കെ ഞങ്ങൾ ഭയങ്കര ഇപ്പോഴും നല്ല ഇതാണ്. ഞങ്ങളുടേതായിട്ടുള്ള ചില സ്പെഷ്യാലിറ്റി ഡിഷുകൾ, ഈ ഫിഷ് മർവ എന്നൊക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാകും. ഞങ്ങൾ തന്നെ റെസിപ്പി അങ്ങനെ എടുത്താണ്. ഭയങ്കര ഇതുള്ളതാണ്. പിന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലവർക്കും അതായത് ചലഞ്ചസ് ഉണ്ട് ഇതിന്. പലവരും മറ്റുള്ള ക്യൂസിൻസ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇന്റർനാഷണൽ ക്യൂസിൻസും കാര്യങ്ങളൊക്കെ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഗസ്റ്റ് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതാണ്. ഒരു 5-6 years ബാക്ക് ഒരു ഗസ്റ്റ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ മെനു കൊടുത്തു. ലാസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഫംഗ്ഷൻ തുടങ്ങുന്ന മുന്നേ അഡ്വാൻസ് തന്നതിന് ശേഷം ആൾ ചോദിച്ചു തായ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, തായ് നിങ്ങൾക്ക് ഒറിജിനൽ തായ് ആൾ ആക്ച്വലി പുറത്ത് പരിചയമുള്ള ആളാണ്, പുറത്ത് സിറ്റുവേറ്റഡ് ഒരാളാണ്, ഒറിജിനൽ തായ് അല്ലേ എന്ന് ചോദിച്ചു. ഒറിജിനൽ തായ് ആവില്ല ലൈക്ക് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനൊരു തായ്, അപ്പം പലവരും കേരളത്തിൽ ട്രെയിൻഡ് ആയി വന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്, തായ് വന്ന് ചെയ്യുന്ന ഷെഫന്മാരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അച്ഛൻ എന്നോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചലഞ്ചായി പറഞ്ഞു, അതിൽ ഏറ്റവും ബെസ്റ്റ് തായ് നമുക്ക് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങള് അംബാനിയുടെ വെഡിങ് ചെയ്ത ഷെഫിനെ തായ്ലൻഡ് ഡയറക്റ്റ് വന്ന് ഹയർ ചെയ്തിട്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു. അതെവിടെയായിരുന്നു ഫംഗ്ഷൻ? കണ്ണൂരായിരുന്നു ആക്ച്വലി. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വെഡിങ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയുള്ള ഒരുപാട് കോർപ്പറേറ്റ് സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? മലബാർ ഗോൾഡിന്റേത്, ജോയി ലുക്കാസിന്റെ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളുടെ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. വേറെ ആരൊക്കെയാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോർപ്പറേറ്റ് സെലിബ്രിറ്റീസ്? വേറെ ആരൊക്കെയാണ്? നമ്മളിപ്പം നമുക്ക് NRIസും ഇന്ത്യനൊക്കെ ആയിട്ട് ഏകദേശം MyG നമ്മളായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മദീന സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ ഫൈൻ ടൂൾസ്, മലബാർ ഗോൾഡ്, അങ്ങനെ ഒരുപാട് പേര്. നമുക്ക് ഒരുവിധം കേരളത്തിലെ ലീഡിംഗ് ബിസിനസ്സുകാരൊക്കെ നമ്മളെ ക്ലയൻസ് ആണ്. ഓക്കെ, അപ്പൊ അവരുടെയൊക്കെ മനസ്സും വയറും ഒക്കെ തൃപ്തിയാക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഏതൊരു ചെറിയൊരു ഇവന്റ് ആണെങ്കിലും ഏറ്റവും വലിയൊരു ഇവന്റ് ആണെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ഓർഡർ തരുമ്പോൾ അത് നിങ്ങൾ അവരോട് കാണിക്കുന്നത് സെയിം ആയിട്ടുള്ള രീതി തന്നെയായിരിക്കും. നിങ്ങളുടെ ഇന്റൻഷൻ വന്നു പോകുന്നത് 100 പേരാണെങ്കിലും 10,000 പേരാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവണം അല്ലെ? അപ്പോ നാച്ചുറലി ഇപ്പോഴും സാർ ഇപ്പൊ 23 years ആയിട്ട് ഇന്നും സാറിന് പുതിയതായിട്ട് ഒരു ഓർഡർ വരുമ്പോൾ ആ ഒരു നെർവസ്നെസ്സോ ഒരു ടെൻഷനോ അതിപ്പോഴും ഉണ്ടോ? ഒട്ടുമില്ല, ടെൻഷനൊന്നും ഇല്ല നമുക്ക്. ഇതെന്താ വെച്ചാൽ ടെൻഷന്റെ ആവശ്യം ഇതിലില്ല. പിന്നെ നമ്മളെ ഗസ്റ്റിന് മാക്സിമം നന്നാക്കി കൊടുക്കുക. അവര് നമ്മൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ, ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നന്നായി ചെയ്യണം എന്നുള്ള ഒരാളെ ഞങ്ങൾ അന്വേഷിച്ച് വരുള്ളൂ. എന്താ വെച്ചാൽ മറ്റുള്ളവരെന്താ വെച്ചാൽ കമ്പയർ ചെയ്യുക, റേറ്റ് ഏറ്റവും കുറഞ്ഞു കിട്ടുന്ന ഇതിലാണ് നോക്കുക. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ച് വരുന്ന ആൾ നന്നായി ചെയ്യണം എന്നുള്ള ഉദ്ദേശമുള്ള ഒരു ക്ലൈന്റേ ഞങ്ങളെടുത്ത് വരുള്ളൂ. അപ്പൊ അത് നന്നായി ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. ഈ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ 1000 rupees കൊടുത്തൊരു സംഭവം വേറെ ആൾക്ക് വന്നിട്ട് വേണമെങ്കിൽ 500 വന്ന് എടുക്കാം. ബട്ട് ദ ക്വാളിറ്റി ഈസ് ഡിഫറെന്റ്. ഇപ്പൊ നമ്മളിപ്പം മാർക്കറ്റിൽ കിട്ടുന്ന റൈസ് ആണെങ്കിൽ പോലും, ഇപ്പൊ ബിരിയാണിക്ക് നമ്മൾ റോസ് ഉപയോഗിച്ചാൽ
അറൌണ്ട് 180-185 റുപ്പീസ് കോസ്റ്റ് ആണ്. നേരെ പക്ഷേ അതിന്റെ ഒരു ലോക്കൽ ക്വാളിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ 100 റുപ്പീസിനും 90 റുപ്പീസിനും റൈസ് കിട്ടാനുണ്ട്. അത് ഉപയോഗിക്കുന്ന അതുപോലെ ഗീയിൽ RKG നമുക്ക് ഉപയോഗിക്കാം. വേറെ അതർ ബ്രാൻഡ്സ് ഗീകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ഫുഡ് കോസ്റ്റിന്റെ ഒരു മെയിൻ കൺസേൺ വരുന്നത്. ഓക്കെ. ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ, അതായത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ പല പല ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുമല്ലോ. ഒരു ബ്രാൻഡ് വന്നിട്ട് സർ നിങ്ങളുടെ ഇനി മുതലുള്ള ഇതിനകത്ത് എൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നും പറഞ്ഞൊരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ആ ബ്രാൻഡിന്റെ വെച്ച് സാർ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പക്ഷെ സാറിന് ഇഷ്ടാവുന്നില്ലെന്ന് വെച്ചോ ആ ബ്രാൻഡിന്റെ ടേസ്റ്റ്. അപ്പൊ സാർ എങ്ങനെയാ നിങ്ങൾ തമ്മിലൊരു ഡീലിന് വേണ്ടിയിട്ട് ആ ഒരു അതെടുക്കോ? ഒരിക്കലും ഇല്ല, എടുക്കില്ല. എന്താ വെച്ചാ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിക്കാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ എന്റെ ഫാദർ എന്നൊരു നാളൊരു ബിസിനസ് തുടങ്ങിയിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എടുക്കില്ല. എന്താ വെച്ചാൽ പലപ്പോഴും ബേക്കറി ആയിരുന്നപ്പം എന്നോട് ഫാദർ പറയായിരുന്നു ചില സാധനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഇറക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഫാദർ മരിച്ചു ഉള്ള സമയത്ത് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. നമുക്ക് നമ്മളേതായ ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി കാര്യങ്ങൾ അതിനുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്ലാസ കേറ്ററിംഗ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയും ഏറ്റവും മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ്? ഞാൻ 10 ആൾക്ക് ചെയ്തു കൊടുത്തിട്ട് ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ 40,000 പേർക്ക്. ഓ, അതെവിടെയാണ്? അത് നമ്മുടെ അവനങ്ങാട് കളരി അവരെ കല്യാണം ഒക്കെ നമ്മള് ഒരുപാട് മലബാറിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു 2 months ബാക്ക് ഒരു 25,000 പാക്സിന്റെ ഒക്കെ വർക്കുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൂടുതലും ലൈക്ക് 1,500 പ്ലസ് ആയിരിക്കും. 5,000, 6,000, 10,000 അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ കൂടുതൽ ഇവന്റ്സ്. ഞങ്ങൾക്ക് എടുക്കാൻ ഇഷ്ടം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ചലഞ്ചസ്, ഇങ്ങനത്തെ ഫംഗ്ഷൻസ് നമുക്ക് ചലഞ്ചസ് ഒരുപാട് വരും. എങ്ങനെ 10,000 ഇത്ര ഐറ്റംസ് കൊടുക്കും, ആ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അതിനെങ്ങനെ ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മള് ചിന്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രോത്ത് അങ്ങനെ വരുന്നത്. അതെ, ഞാനിപ്പോ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് ബ്രോഡാഡിയിലെ ഒരു സീനാണ് എനിക്ക്. ഇതില് വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഗസ്റ്റ് കൗണ്ട് കൂടുമ്പോൾ നമുക്ക് എങ്ങനെയാണല്ലോ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ്, നമ്മളൊരു വർക്കിൽ നിന്ന് പ്രോഫിറ്റ് മാത്രമല്ല നോക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം എങ്ങനെ കളറാക്കാന്നും കൂടിയാണ് ഞങ്ങൾ. അങ്ങനെ എന്താ വെച്ചാൽ പൈസ എല്ലാവരും അടുത്ത് ഒരുപാട് ആൾക്കാർക്ക് പൈസ അത് നന്നായി ആൾക്കാരെ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്കും കൂടി ഒരു ബ്രാൻഡാണല്ലോ. ഞങ്ങൾ സാധനം അടിപൊളിയായി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിലാണ് നമ്മൾ. അപ്പൊ അതിൽ ലാഭത്തിനേക്കാളും ഞങ്ങൾ നോക്കുന്നത് എത്രത്തോളം നന്നാക്കാം. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇതിന്റെ പകുതി പ്രൈസിനും കിട്ടുമ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ഇത് തരുന്നത്. അപ്പം ദേ ഹാവ് എ കൺസേൺ അതിനേക്കാളും ബെറ്റർ ആയിരിക്കണം, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള. അത് നമ്മളെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വർക്ക്, നമ്മളെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലും വേർഡ് ഓഫ് മൗത്ത് ആണ്. അപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത വർക്കുകൾ അതിന് കിട്ടില്ല ഡെഫിനറ്റ്ലി. അതാണ് ഞങ്ങളുടെ ഫോക്കസ്. ശരിക്കും മൗത്ത് പബ്ലിസിറ്റി തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ. ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മളാണെങ്കിലും ഒരു ഫംഗ്ഷന് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഏത് കേറ്ററേഴ്സിന്റെ ആണ് നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഈ കേറ്ററേഴ്സിനെ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ വിളിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു കാരണം. നമ്മുടെ മനസ്സും വയറും നിറയ്ക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ രുചി നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഇന്നും അതേലോ എത്രയോ വർഷം മുമ്പ് എവിടെയെങ്കിലും പോയി കഴിച്ച ഭക്ഷണത്തിന്റെ ആ രുചി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ നാവിന്റെ തുമ്പത്ത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ രുചിയേറിയ ഭക്ഷണം കൊടുക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇർസാന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. മുമ്പ് ഇർസാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ബ്രോഡാഡിയിൽ നമ്മുടെ ഷൗബിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒട്ടും ബിരിയാണി എടുക്കട്ടെ, സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനകത്തൊരു ഓരോ ഓർഡർ വരുമ്പോഴും അല്ലെങ്കിൽ നല്ലൊരു ഓർഡർ ഇപ്പൊ പറഞ്ഞ പോലെ 25,000 40,000 ആൾക്കാർ വരുന്ന പോലത്തെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇവന്റ് ഒക്കെ വരണം എന്ന് പറയുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൂടും അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത്ത് പറയുന്ന ഒരു പുതിയ ഐറ്റം കൊടുത്താലോ സർ, നമുക്ക് അതിനകത്ത് സൗബിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടോ? അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പക്ഷെ അത് ഗസ്റ്റിനോട് പറയില്ല. നമ്മളെ ഭാഗത്ത് എന്തായാലും ഒരു 40,000 there would be some profit for that work. അപ്പൊ ഞങ്ങൾ അതിൽ തന്നെ ഞങ്ങളെ ഭാഗം ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് അവിടെ നമ്മളെ ഒരു സിഗ്നേച്ചർ സംഭവം കൊണ്ടുവരാൻ പറ്റുക, വിൽ ട്രൈ ഫോർ ദാറ്റ്. നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വി ആർ നോട്ട് ഗിവിംഗ് ദം എ ഹോപ്പ്. നമ്മള് മുന്നേ അവരുടെ അടുത്ത് പറയണം ഞങ്ങൾ നിങ്ങളുടെ ഫംഗ്ഷന് ഒരു കോംപ്ലിമെന്റ് തരാണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളത് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ നമ്മളൊരു സാധനം വന്നിട്ട് പെട്ടെന്ന് ഒരു സാധനം കോംപ്ലിമെന്റ് ആയി കാണുമ്പോൾ ദാറ്റ് എക്സൈറ്റ്മെന്റ് ഈസ് ഡിഫറെന്റ്.
ഓക്കെ. അതാണ് വി ആർ ഫോക്കസിങ്. പിന്നെ പിന്നീടുള്ള ഈ ഇവന്റുകൾ നടത്തുന്ന കല്യാണങ്ങൾക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പണ്ടൊക്കെ നമുക്കൊരു ഒരു ഭക്ഷണം ബുഫേ പോലെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പാറ്റേണിൽ നിന്നും പിന്നെ പിന്നെ ഇവന്റുകൾ കല്യാണങ്ങൾ വലുതാവാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഓരോരോ കൗണ്ടേഴ്സ് കൂടുകത്തുണ്ടെങ്കിൽ അത് നാടൻ ദോശയുടെ തന്നെ സെപ്പറേറ്റ്, ചിക്കന്റെ വേറെ, മട്ടൺ വേറെ, എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ്. അതിൽ തന്നെ പിന്നെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, പിന്നെ തായ്, കോണ്ടിനെന്റൽ, ഇങ്ങനെ കൗണ്ടേഴ്സ് കൂടുകയാണ്. ശരിക്കും ഒരൊറ്റ ഇവന്റില് ഇത്രയും മൾട്ടിപ്പിൾ കൗണ്ടേഴ്സ് വരുമ്പം അത് ഭയങ്കര റിസ്കിയും കൂടിയല്ലേ സർ? ഡെഫിനറ്റ്ലി ആണ്. അല്ലേ? അതെ. പക്ഷെ കാരണം ഇതിൽ എന്താ വ്യത്യാസം? ഇത് ആക്ച്വലി ഈ ട്രെൻഡ് ഒന്ന് മാറി വന്ന ആഫ്റ്റർ കോവിഡ് ആണ്. ഈ കോവിഡ് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്, ഗവൺമെന്റിന്റെ ലിമിറ്റ് വെച്ച് ഒരു 100, 200, ഒരു മാക്സിമം ഒരു 300 ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ്സ് വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ആൾക്കാർ ഈ 2000, 3000 ഞങ്ങൾക്ക് തന്നെ ഉണ്ടായ അനുഭവങ്ങളാണ്. 3000 ഒക്കെ പറഞ്ഞു വെച്ച ഫംഗ്ഷൻ നേരെ 100ലേക്ക് എത്തി. അപ്പൊ ഈ 100 പാക്സിന് അവർ എത്ര ബെസ്റ്റ് ആയി കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ഐറ്റംസ് കൊടുക്കാൻ പറ്റും, അങ്ങനെയാണ് കൗണ്ടേഴ്സ് കൂടി തുടങ്ങിയത്. അതിനുശേഷം ആൾക്കാർ അതിന് ഫോളോ അപ്പ് ആയി. ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് കോവിഡിന്റെ ഒരു പോസ്റ്റ് കോവിഡ് കഴിഞ്ഞത്. ആ സമയത്ത് അവർക്ക് അത് അങ്ങനെ കണ്ടിന്യൂ ആയി. അപ്പൊ അവർക്ക് എന്താ പാക്സ് കൂട്ടേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾക്ക് മെനുവില് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകൾ വന്നു ആൾക്കാർക്ക്. അതായത് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഉണ്ടാവും, ഒരാൾ ചെയ്തതിന് അപ്പുറത്തെ ഒരാൾക്ക് ബെസ്റ്റ് ആയി ചെയ്യണം അതെ, എന്നുള്ളതാണ് എപ്പോഴും ഉണ്ടാവുക. തീർച്ചയായിട്ടും. അതെ. ഓ, അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ റിസ്ക് ആണല്ലേ? ആണ്. ഓക്കെ. ചില സമയത്ത് ചില പരിപാടിയിൽ 5000 പേരെയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. ചില ചില കാര്യങ്ങളിൽ അത് വിട്ടുപോവാം, അതിനും മേളിലേക്ക് വരാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഭക്ഷണം തികയാതെ വരുവോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ചില പരിപാടികൾക്ക് നമ്മൾ ഗസ്റ്റിനെ അറിയാൻ നമുക്കും അറിയാൻ പറ്റും. ഇപ്പം അറിയപ്പെടുന്ന ഒരു ആളാകുമ്പം അയാൾ ചിലപ്പോൾ അയാളായിരിക്കില്ല ക്ഷണിക്കുക. അയാളെ കുറേ നാട്ടുകാർ, അയാളെ ഇപ്പം എന്നെ അറിയായിരിക്കും, ഗൾഫിലായിരിക്കും. അപ്പം പുള്ളിയുടെ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും ക്ഷണിക്കുക. ക്ഷണിച്ച് വന്നപ്പോൾ ആൾക്കാർ നമ്മളും അതിനെപ്പറ്റി മനസ്സിലാക്കും. കുറച്ച് നമ്മൾ ബാക്കപ്പ് കാര്യങ്ങളുള്ള മീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവയ്ക്കും. ഓ, ഓ, അതെപ്പോഴും അങ്ങനെ ഒരു ബാക്കപ്പ് വെക്കാറുണ്ട്. അങ്ങനെ ഫംഗ്ഷന് നമ്മൾ പെർട്ടിക്കുലർ നമുക്ക് അറിയാം, ഒരു ഗസ്റ്റിനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അറിയാം ഒരു ഈ ഗസ്റ്റ്, ഏകദേശം അതെ, കുറച്ചും രൂപം കൂടെ കിട്ടും. ചിലപ്പം കൂടാൻ ചാൻസ് അതെ ഉണ്ട്. അതെ, നമുക്ക് നിങ്ങൾ ഒന്നുമില്ല അതിനൊരു അടുത്തുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ ആളെ പരിപാടി നടക്കുമ്പോൾ കുറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മളവിടെ തന്നെ പോയി സൈറ്റ് സൂപ്പർവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളോട് ചോദിക്കും ഒരുപാട് പേര് ഇത് ആ ഫംഗ്ഷൻ. അപ്പൊ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓൾറെഡി കിട്ടും അവരെ കുറിച്ച്. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും അവർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അങ്ങനെ ഒരു ഒരു നിങ്ങളൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടാവും അല്ലേ? അല്ലാതെ ക്ലയന്റ് ഒരു 5000 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ തന്നെ വിശ്വസിച്ച് അങ്ങനെയല്ല നിൽക്കുക. പിന്നെ ഞങ്ങളുടെ ഒരു രീതി മറ്റുള്ളവരെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫുഡിന്റെ ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് ചിലവാകും. അതായത് സാധാരണത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിച്ചു, ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കുന്നു, അത് കഴിഞ്ഞാൽ രണ്ടാമത് പോകുന്നു. പക്ഷെ പലരും രണ്ടാമത് ഗസ്റ്റുകൾ പോകുന്നില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇനിയിട്ട് കഴിഞ്ഞാൽ അവിടെ സീറ്റ് പോവോ എന്നൊക്കെയുള്ള. ഞങ്ങളുടെ രീതി അങ്ങനെയല്ല. ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ടീം സർവീസിനായിട്ട് തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഓരോ സിഗ്നേച്ചർ ഡിഷും എടുത്തിട്ട് സാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പാസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു 100 സ്റ്റാഫ് വരേണ്ട ഫംഗ്ഷന് നമ്മൾ ചിലപ്പോൾ 150 സ്റ്റാഫ് ഉണ്ടാവും. ഈ 50 സ്റ്റാഫ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇന്നത്തെ നമ്മളെ സിഗ്നേച്ചർ ഡിഷസും അവർക്ക് വേണ്ട അസിസ്റ്റൻസും കൊടുക്കുകയാണ് ടേബിളിൽ പോയിട്ട്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് അവിടെ തന്നെ കഴിച്ച് എണീറ്റ് പോവാന്നുള്ളതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. ഓക്കെ. അതായത് ആൾക്കാരെ ഇരുത്തി, നമ്മളെ തലശ്ശേരി ഭാഗത്തുള്ള ഒരു സംഭവമാണ് സൽക്കരിച്ച് കഴിപ്പിക്കുക എന്നുള്ളത്. അതെ, അതേപോലെ തന്നെയാണ് നമ്മൾ പാറ്റേൺ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല നിങ്ങളുടെ പ്ലാസ കേറ്ററിംഗിന്റെ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സർവീസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടൂ ഗുഡ് ആണ് നിങ്ങളുടെ സർവീസ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് എല്ലാരും പറയുന്ന ഒരു കാര്യം. അപ്പം നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതെങ്ങനെ സ്നേഹത്തോടെ വിളമ്പണം അതും കൂടെ സാർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മള് ലോകത്ത് ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്നത് സ്വന്തം അമ്മ തരുന്ന ഫുഡാണ്. അതെ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അമ്മ തരുന്നത് മകൻ കഴിക്കണം അല്ലെങ്കിൽ മകള് കഴിക്കണം എന്ന് ആഗ്രഹിച്ചു തരുന്നതാണ്. അപ്പൊ ഞാൻ അത് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. നമ്മളൊരു ഗസ്റ്റിന് കൊടുക്കുമ്പോൾ അവർക്ക് അതിനൊരു ലാഭമില്ല. അവർ കഴിച്ച് ഇതായി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആരാണ് എന്താണ്. അപ്പോൾ നന്നായി ചെയ്യുന്ന കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എവിടെയാണ് എന്താണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ. അല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിലുള്ള വർക്കുകളില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഞങ്ങൾക്ക് വർക്കായിട്ട് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പം നിങ്ങൾ കൂടിപ്പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് കുഴപ്പം വരുന്നില്ല, ബാക്കപ്പ് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഒരുപാട് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും?
ഉദ്ദേശിച്ച അത്രയും ക്രൗഡ് വരാതിരിക്കുക? മാക്സിമം നമ്മൾ ഗസ്റ്റിനെ അറിയിക്കും. ആ. ഗസ്റ്റിനും അറിയാലോ ആൾക്കാർ വന്നില്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. വല്ലയിടത്ത് കോളനികൾ കാര്യങ്ങൾ കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങോട്ട് അവർക്ക് എത്തിക്കാൻ നോക്കും. എത്തിക്കാനുള്ള പ്ലാനുകൾ ഞങ്ങളുടെ ഭാഗത്ത് വണ്ടി ഇപ്പം ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് കൊണ്ടുവന്ന വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ അവരെ അടുത്തുള്ള ആൾക്കാർക്കും ഞങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്ത് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അതെ. അപ്പൊ നമ്മൾ പൊട്ടിക്കാത്ത യൂസ്ഡ് ഒരിക്കലും നമ്മൾ ചെയ്യില്ല. ആ. നമ്മളതിൽ പൊട്ടിക്കാത്ത കാര്യങ്ങൾ, നമ്മളെ കൈ പോവാത്തൊരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ചാരിറ്റിയിലേക്ക് അത് കൊടുക്കാറുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. വേസ്റ്റ് ആയിട്ട് പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടേതെല്ലാം കൂടുതലും നോൺ വെജ് ആണോ? ഫിഷിന്റെ ഐറ്റം മാത്രം, ചിക്കന്റെ കേൾക്കുന്നു, ഇതൊക്കെയാണെങ്കിലോ കൂടുതലും വെജിറ്റേറിയനിലും നിങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതും നിങ്ങൾ ചെറിയ ഐറ്റംസ് അല്ല വെജിറ്റേറിയനിൽ നിങ്ങളുടെ മെനു നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റാണ്. അത് അതിലേക്കും ഈക്വലി സാറിന്റെ ഒരു താല്പര്യം. തീർച്ചയായിട്ടും എല്ലാ ഡിഷിനും നമ്മൾ നോക്കും, അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇവൻ ഇപ്പം നമ്മുടെ നാടൻ പ്രോപ്പർ സദ്യ അല്ലേ, അതും നിങ്ങൾ ചെയ്യും. സദ്യയുടെ പപ്പടമാണല്ലോ, പപ്പടം ശരിക്കും അങ്ങോട്ട് വീർത്തിയില്ലെങ്കിൽ ഞാൻ ഷെഫിനോട് എന്ത് പറ്റി ഷെഫ്, പപ്പടം അങ്ങോട്ട് വീർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എണ്ണ ചൂടായില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ മതി, അങ്ങനെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വെജിറ്റേറിയൻ ആണെങ്കിലും ഞാൻ കണ്ടതെന്ന് വെച്ചാല് സാധാരണ വെജിറ്റേറിയൻ ഡിഷസിൽ ഒരു 10 ഐറ്റം അല്ല 15 ഐറ്റം എന്നുള്ളത് നിങ്ങളുടെ അതിനകത്ത് എണ്ണം കൂടുതലാണ് അല്ലേ? അതും കൂടുതലും വെജിറ്റേറിയൻ ചെയ്യുമ്പോഴും സാർ എങ്ങനെയാ, ഇപ്പം ട്രിവാൻഡ്രം റെസിപ്പി എന്നാണോ അല്ലെങ്കിൽ കോട്ടയം ആണോ എറണാകുളം ആണോ അതോ നമ്മൾ ഓരോ റീജിയനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ റീജിയനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. നമ്മൾ ഓരോ സ്ഥാനം കൊടുക്കേണ്ട ഒരു സംഭവം. ഇപ്പൊ ഇവിടെയുള്ള സാമ്പാർ ആയിരിക്കില്ല ട്രിവാൻഡ്രം പോകുമ്പോൾ കിട്ടുന്നത്, വ്യത്യാസം. അതെ, അതനുസരിച്ച് നമ്മൾ ടേസ്റ്റുകൾ അതിനെ മാറ്റിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഇവന്റ് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തുകാരുടെ ഭക്ഷണത്തിന്റെ രീതി ആ ഒരു സ്പൈസസിലേക്ക് നമ്മൾ മാറ്റണം ഓട്ടോമാറ്റിക്കലി. ഗസ്റ്റിനോട് ചോദിക്കും. തലശ്ശേരി ബിരിയാണി ഉദ്ദേശിക്കുന്ന ആൾക്ക് ഗസ്റ്റിന് ചിലപ്പോൾ തലശ്ശേരി ബിരിയാണി ഇഷ്ടം, പക്ഷെ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ തലശ്ശേരി ബിരിയാണി കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണം, കുറച്ച് മസാല കൂടുതൽ വേണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ആവും, എന്നാലാണ് ആ ഫുഡിന് അവിടെ റിസൾട്ട് കിട്ടുള്ളൂ. ഗസ്റ്റ് പറയുന്ന തലശ്ശേരി ബിരിയാണി മതി, പക്ഷേ അവരൊരു മൈൻഡിൽ സെറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ അവരൊരു ട്രിവാൻഡ്രം, എല്ലാവരും ഡിഫറെന്റ് ആണ്, അവരൊരു റീജിയനിൽ അവർക്കൊരു സെറ്റ് ചെയ്ത ഒരു ബിരിയാണിന്റെ സ്പൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഒരു എക്സ്പെക്ട് വന്നില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് മോശാന്നുള്ളൊരു ഇത് വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓൾട്ടർ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫംഗ്ഷന് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ ഒരു കാറ്ററിംഗ് സർവീസിൽ തുടങ്ങിയതിനെക്കാട്ടിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മക്കളും കൂടെ ഉണ്ട് സാറിന്റെ കൂടെ, എന്നിരുന്നാലും ഒരുപാട് കാറ്ററിംഗ് സർവീസസ് ഉണ്ട്. ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്. അവിടെ പ്ലാസ കാറ്ററിംഗ് സർവീസ് ഇന്നിപ്പോ കേരളത്തിലെ ദ ബെസ്റ്റ് കാറ്ററിംഗ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു പേരിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയായിരുന്നു അത്? മെയിനായിട്ട് നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി റേറ്റ് ആയിരുന്നു നോക്കിയിരുന്നത്. അയ്യോ നിങ്ങൾ എന്താണ്, ഇപ്പൊ ഇതിന് അടുത്തും കൂടി ഉണ്ടായി എന്നോടൊരു ഗസ്റ്റ്, ഞാനൊരു 900 രൂപ എന്ന് കോട്ട് ചെയ്തൊരു ഫംഗ്ഷൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 700 രൂപയ്ക്ക് ഞാൻ കൊടുത്തു, 200 രൂപയുടെ വ്യത്യാസമാണെന്ന് പറഞ്ഞു. ഒരു ഞങ്ങളുടെ അടുത്തുള്ളൊരു നിങ്ങൾ ആളെ പറ്റിക്കുകയാണ്, അയാൾ ഞങ്ങളുടെ ഫംഗ്ഷൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ കൊടുത്തോളൂ, എന്താ എനിക്കറിയില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അയാൾ ആദ്യത്തെ ഫംഗ്ഷൻ വേറൊരു കേറ്റർ ചെയ്തു, 3 ഫംഗ്ഷൻ ഉണ്ട് അയാൾക്ക്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം കാണാൻ എന്നെ വിളിക്കുന്നു, നിങ്ങൾ മറ്റേ 2 ഫംഗ്ഷൻ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചിട്ട്. ഏകദേശം ഒരു 4000 ക്രൗഡിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു അത്. എന്നിട്ട് ആ വലിയ 2 ഫംഗ്ഷനും എന്നെ കൊണ്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാം, എന്നെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ ആൾക്കാർ ചിലത് എന്താ വെച്ചാൽ പെട്ടുപോവാണ് ആൾക്കാർ, എന്താ വെച്ചാൽ റേറ്റുകൾ നോക്കിയിട്ട്. നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ മീറ്റ് വാങ്ങിക്കുന്നതും മറ്റുള്ളവരും വാങ്ങിക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു റേറ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്ന രീതിക്കും കാര്യങ്ങളിലും വരുന്ന വ്യത്യാസങ്ങളിലാണ് ആൾക്കാർ പലതും റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ പല സാധനങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഫുഡിന്റെ ക്വാളിറ്റി, സർവീസ്, സ്റ്റാഫുകൾ ചെയ്യേണ്ടി വരും, നല്ല ഷെഫുമാർക്ക് കിട്ടില്ല. എല്ലാവർക്കും നല്ല ആൾക്കാർക്ക് നല്ല പൈസ കൊടുത്താലേ എന്തിനും ആളെ കിട്ടുള്ളൂ. അതന്നെയാണ്. ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ മട്ടൻ ആണെങ്കിൽ 1000 രൂപയ്ക്ക് മട്ടൻ കിട്ടാനുണ്ട്, 600 രൂപയ്ക്ക് മട്ടൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളേതായ ടേസ്റ്റും കാര്യം കിട്ടുന്ന നാടൻ മട്ടനും കാര്യങ്ങളും കിട്ടിയാലാണ് ബിരിയാണി നന്നാവുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങൾ അപ്പൊ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇനി കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയായിട്ട് നിങ്ങൾ കാണുന്നത്? ഡെവലപ്പ് ചെയ്യുക, നാഷണൽ ലെവലിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു, ഇനി ഇന്റർനാഷണൽ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ ഇനിയും ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത് 40,000 ആണ്, ഒരു 1 lakh ഒക്കെ വരുന്ന ഒരു ക്രൗഡിലേക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു ചാലഞ്ച് അല്ലേ? പിന്നെ
നമ്മൾ എത്രയായാലും നമ്മളൊരു സിസ്റ്റം ഉണ്ടായോ, എത്ര ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാം, നമുക്ക് അതിന് വേണ്ട ഒരു സിസ്റ്റമാണ്. സിസ്റ്റം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുക, അത് ഒന്ന് ഡെമോ ചെയ്യുക, എന്നാൽ തന്നെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ. നമുക്ക് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് തന്നെ ഉണ്ട്. നമുക്ക് കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സർവീസ് സൈഡ് നോക്കുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ നമ്മൾ പോയി പേഴ്സണലായി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് നമ്മൾ അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും അത്. അപ്പൊ നമ്മൾ ആ ഒരു സിസ്റ്റം ആണ് മെയിൻ ആയിട്ട് ഈ ഒരു കമ്പനീസ്. പലവരും എന്താണ് കേറ്ററിംഗ്, ഇപ്പൊ ഫാദർ പറഞ്ഞ പോലെ കാർഡ് കൊണ്ട് കേറ്ററിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവിടെ അവരെന്നെയായിരിക്കും കുക്കിംഗ്, അവരെന്നെയായിരിക്കും സർവീസ്, അവരെന്നെയായിരിക്കും. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അവർക്ക് ആ ഒരു സർവീസ് കാണിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴും നമ്മളൊന്ന് ഫ്രീ ആയി ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസീസ് കൂടും. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു നമുക്കിപ്പോൾ 1 lakh വന്നാലും നമ്മളെ സ്റ്റാഫ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. ചില എന്നെ ആൾക്കാർ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കുന്ന എനിക്കൊരു ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. അവരെ ചെയ്യും. ഞാൻ ഓണറായിട്ട് മാറിയിരിക്കും. ഞാൻ എൻ്റെ സ്റ്റാഫിന്റെ കൂടെ തന്നെ ഞാനൊരു ടീമിലൊരു മെമ്പറായിട്ട് തന്നെ ഞാൻ അപ്പോഴും വർക്ക്. പിന്നെ അത് നമുക്ക് ഭയങ്കര ഒരു എക്സ്ട്രാ ഫീലാണ്. ഓക്കെ. പിന്നെ നിങ്ങളിപ്പം എന്താ കേരളത്തിൽ മാത്രമല്ലല്ലോ, പുറത്തും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോഴും നിങ്ങളുടെ ടീം മുഴുവനായിട്ടും നിങ്ങളുടെ ടീം തന്നെയാണോ പോവുക, അതോ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വേറെ നമ്മളെ team ആൾക്കാരായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു 5-10 ട്രക്കുകൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ വരെ ഇതൊക്കെ ഇവിടുന്ന മെറ്റീരിയൽ ഒക്കെ ഇവിടുന്ന പോകുന്നത്. പിന്നെ കൊണ്ടുപോയി വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഇവിടുന്ന് വെജിറ്റബിൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പൊ അത് അവിടുന്ന് അത് മതി. പക്ഷെ മട്ടൻ കാര്യങ്ങളൊക്കെ നമുക്ക് നാടൻ നമ്മളെ ട്രഡീഷണൽ ആയിട്ട് കാത്തു സൂക്ഷിക്കാൻ ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകും. നമുക്ക് അതാണ് കുറച്ച് നമ്മളിപ്പം വെൻഡേഴ്സ് ആണെങ്കിൽ പോലും നമ്മളായിട്ട് ഒരുപാട് ഇയേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വെൻഡേഴ്സ് ആണ് നമ്മളെ കൂടെ. അപ്പൊ അവരെ നമ്മളെപ്പോഴും അവരെയും നമ്മളെ ഗ്രോത്തിൽ കൂട്ടുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ചില ആൾക്കാര് ചില കാറ്ററിംഗ് സർവീസ് അവരുണ്ടാക്കുന്ന പാത്രങ്ങളുണ്ട്, അവർ ആ പാത്രം കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കാരണം നമ്മളൊക്കെ അവിടെ ചെന്നാലും പാത്രം കിട്ടും, പക്ഷെ എന്നാലും നിങ്ങളുടെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു അല്ലേ, അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഞങ്ങള് പാത്രം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുക ചെയ്യുന്നത്. ആ പാത്രം എങ്ങനെ എന്തിനൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ മീറ്റുകൾ ഉപയോഗിച്ച പാത്രമാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റാഫിന് ഒന്നും കൂടി കംഫർട്ടാ. പിന്നെ നമ്മൾ പെട്ടെന്ന് ചെന്ന് കഴുകുന്നേരൊന്നും അത് അത്ര വൃത്തിയൊന്നും ആവില്ല. ഇവിടുന്ന് നമ്മൾ വളരെ കഴുകി വൃത്തിയാക്കി വെച്ച പാത്രങ്ങളാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം കൈകാര്യം നമ്മൾ ഈ പ്യൂർ വെജ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്യൂർ വെജിന് സെപ്പറേറ്റ് പാത്രങ്ങളാ. അപ്പൊ ഈ പ്യൂർ വെജ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ പ്യൂർ വെജിറ്റേറിയനാണ്, നമ്മൾ ഈ നോൺ ചെയ്ത സംഭവത്തിൽ പ്യൂർ വെജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കസ്റ്റമർ ഒരു ചീറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് വരിക. അപ്പൊ നമ്മൾ അതിന് സെപ്പറേറ്റ് ഇപ്പൊ നമ്മള് പലയിടത്ത് പോയി നമുക്ക് പാത്രങ്ങൾ റെന്റിനും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് എന്തൊക്കെ ഈ ഫാദർ പറഞ്ഞ പോലെ എന്തൊക്കെ മീറ്റിൽ നമ്മൾ ഉപയോഗിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് കസ്റ്റമർ ഒരു സാധനം വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്ത് പ്യൂർ വെജിറ്റേറിയൻ ആണ് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പോ ഇപ്പം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്ലാസ കേറ്ററിംഗ് സർവീസ്. എന്നാലും മക്കളൊക്കെ ആയിട്ട് പുതിയ പുതിയ കുറെ ഐഡിയാസും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തണം, നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നുണ്ട് ഇന്ന ഒരു 5 yearsനുള്ളിൽ പ്ലാസ കേറ്ററിംഗ് സർവീസ്, അതിന്റെ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാ കാണുന്നത്? ഒരു അവസാനം ഇല്ലാത്ത ഫ്യൂച്ചർ ആയിട്ട് ഞാൻ കാണുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ അല്ലെ, ലോകം മുഴുവൻ എല്ലാവരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ, അത് എല്ലാ അർത്ഥത്തിലും എല്ലാ ക്യൂസീൻസിലുള്ള ഭക്ഷണങ്ങളും കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാല് പലരും നമ്മൾ ട്രെയിനിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാരൊക്കെ എന്നെ കണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ ഇന്ന ഫംഗ്ഷൻ നിങ്ങളെ ചെയ്തത്, നിങ്ങളാണ് എനിക്ക് സർവ് ചെയ്തിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചിലപ്പോ വൈഫ് എന്താ ഇവരിങ്ങനെ നോക്കി ചിരിക്കുന്നത് വൈഫ് എന്നോട് ചോദിക്കാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ടാവണം, നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? ഓക്കെ. നമ്മളെന്താ പറയുക, നമ്മൾ തന്നെ സെർവ് ചെയ്യുന്ന നേരം ആൾക്കാർക്ക് നമ്മൾ സെർവ് ചെയ്ത ആൾക്കാരുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കുകയാണ്. അതെ, അപ്പൊ നമ്മളെ കാണുമ്പോൾ പല സ്ഥലത്തും അവർ റെക്കഗ്നൈസ് ചെയ്ത് ഇതുപോലൊരു സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇർസാൻ ചെറുപ്പം മുതലേ അച്ഛൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യണതും ഒക്കെ കണ്ടു തന്നെ വളർന്നതാണ്, ചേട്ടനും ചേച്ചിയും ഒക്കെ. അപ്പം ഇർസാൻ ചെറുപ്പം മുതലേ അച്ഛന്റെ കൂടെ ഈ ഒരു പാത പിന്തുടരണമെന്നാണോ ആഗ്രഹിച്ചിരുന്നത്, അതോ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ആയിരുന്നോ മനസ്സിലായി? ഇല്ല, ആക്ച്വലി സത്യം ഏട്ടൻ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഏട്ടന് 3 months ആകുമ്പോ അച്ഛൻ കൊണ്ടു നടക്കാറുണ്ട് ബിസിനസ്സില്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ ഞങ്ങളെ ഒരു ഫുൾ ഫോക്കസ് ഇതിലേക്ക് തന്നെ ആയി സത്യം പറഞ്ഞ. അപ്പൊ ചെറുപ്പം മുതലേ ഇത് മാത്രമേ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. അതെ, ഫുഡിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇതിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക, ഇതിന്റെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്
നമ്മൾ എപ്പോഴും കണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും കൂടെ ഇതാ നമുക്ക് എന്താ ഇടവും വലവുമായിട്ട് ഇങ്ങനെ നിക്കാണ് മക്കളും. അല്ല അതാണല്ലോ നമ്മുടെ ഒരു ഇത്. നമുക്ക് പിന്നിലൊരു ആളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കിത് ശക്തി കൂടും. അതാണ്, തളരില്ല. അതെ, സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കുക. ഇത്ര അതെ. സ്ട്രോങ് പില്ലേഴ്സും കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു ജേർണി ഇനിയും ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.